എത്ര പറഞ്ഞാലും തീരാത്ത പേര്, എത്ര കേട്ടാലും മടുക്കാത്ത പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആയിൽ എഴുതപ്പെട്ട മുഹബ്ബത്തിന്റെ പേരാണ്. ലോകത്തൊരുപാട് പേരെ നാം സ്നേഹിക്കുന്നുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയം ഇത്രയും പിടയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണുകൾ അവിടുത്തെ മുഖം കണ്ടിട്ടില്ല, നമ്മുടെ കൈകൾ അവിടുത്തെ കൈകളുമായി ചേർന്നിട്ടില്ല, നമ്മുടെ ഈ കാലുകൾ അവിടത്തോടൊപ്പം ആ മണ്ണിൽ നടന്നിട്ടുമില്ല. എന്നിട്ടും മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഹൃദയം മദീനയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ പരസ്പരം സ്വലാത്തു ചൊല്ലുകയാണ്. ഇതാണോ മുഹബ്ബത്ത്? ഇത് തന്നെയാ മുഹബ്ബത്ത്. കാണാതെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ? കേൾക്കാതെ ഹൃദയം കൊണ്ട് നമ്മൾ കേൾക്കുന്നില്ലേ? അകലെയായിരിക്കുമ്പോഴും അടുത്തുള്ളത് പോലെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? നാം ഹബീബിനെ സ്നേഹിക്കുന്നതിന് മുമ്പേ ഹബീബ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ആയിഫിന്റെ വൈകളിൽ ശരീരം രക്തത്തിൽ കുതിർന്നപ്പോൾ, കല്ലുകൾ ശരീരത്തിൽ പതിച്ചപ്പോൾ അവിടുന്ന് ഒരിക്കലും ശാപവാക്ക് പറഞ്ഞില്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? അവരുടെ സന്തതികളിൽ നിന്ന് അല്ലാഹുവിനെ ആരാധിക്കുന്നവർ വരുമോ എന്ന പ്രതീക്ഷയാണ്. നമ്മളെ കാണാതിരുന്നിട്ടും നമ്മുടെ പേരിൽ കരഞ്ഞ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രിയുടെ നിശബ്ദതയിൽ ഉമ്മത്തിനായി കൈകൾ ഉയർത്തിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം വേദന മറന്ന് ഉമ്മത്തിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.